എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൂപ്പർ റെഡ് മങ്കിയുടെ ഗ്രൂമിങ്ങിനെ പറ്റിയാണ്. അതിലേറ്റവും പ്രധാനമാണ് അവരുടെ ടാങ്കിൻ്റെ സൈസ്. ടാങ്കിൻ്റെ സൈസ് ഒരു ഫ്രൈ സ്റ്റേജിലൊക്കെ നമുക്ക് 1.5 ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യാമെങ്കിലും വളരുന്നതിനനുസരിച്ച് അതിൻ്റെ ടാങ്കിൻ്റെ സൈസ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരു ഫുൾ ഗ്രോൺ ആയിട്ടുള്ള സെറാമിന് മിനിമം ഒരു 4 ഫീറ്റ് ടാങ്കെങ്കിലും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലൊരു ഫിൽട്രേഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രൈ സ്റ്റേജിലൊക്കെ ഒരു സ്പോഞ്ച് ഫിൽറ്റർ യൂസ് ചെയ്യാമെങ്കിലും പിന്നീട് അത് ടോപ്പ് ഫിൽറ്ററിലേക്കും കാനിസ്റ്റർ ഫിൽറ്ററിലേക്കും അതല്ലെങ്കിൽ സം ഫിൽട്ടറേഷനിലേക്കൊക്കെ മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വാട്ടർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അതിനായി ടാങ്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് വോൾട്ടേജുള്ള ഒരു നല്ല വാട്ടർ ഹീറ്റർ പ്രൊവൈഡ് ചെയ്യുക. 28 to 30 ഡിഗ്രി ആയിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത്. ഇതൊരു പരിധിവരെ ഇൻഡൈജഷൻ പ്രോബ്ലംസിൽ നിന്നും ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ ഫിഷിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നീട് അവരുടെ pH മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 7 to 8.5 വരെയൊക്കെ ആയിരിക്കും അവർക്ക് ഏറ്റവും അനുയോജ്യമായ pH. അതേപോലെ തന്നെ TDS ഒക്കെ ലോ ആയിട്ട് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവരുടെ ഗ്രൂമിങ്ങിൽ നമുക്ക് ഫിംഗർ ഗ്രൂമിങ്, അതേപോലെ തന്നെ മിറർ ഗ്രൂമിങ്, ഫീമെയിലിനെ ആഡ് ചെയ്യുക, ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ മെത്തേഡ് ഫീമെയിലിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്നുള്ളൊരു ഹെഡ് ഗ്രോത്തും അതേപോലെ തന്നെ കളറേഷനിലുള്ളൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. ഡെയിലി ബേസിസിൽ നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഫിംഗർ ഗ്രൂമിങ് അതല്ലെങ്കിൽ മിറർ ഗ്രൂമിങ് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇവരുടെ ഫുഡ് തന്നെയാണ്. ഫ്രൈ സ്റ്റേജിലൊക്കെ ഒരു വെൽ ഫെഡ് ആയിട്ടുള്ള ഫ്രൈകളായിരിക്കും പിന്നീട് ഒരു ഹെഡ് പൊട്ടൻഷ്യലൊക്കെ നല്ല രീതിയിൽ കാണിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടൊരു 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് വരെയെങ്കിലും നല്ല രീതിയിലൊരു 4 to 5 ടൈം ചെറിയ രീതിയിലുള്ള ഇടവേളകളിൽ ഫീഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ 2 നേരം 3 നേരം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഒരു 3 ഇഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു അസ്റ്റാസാന്തിന് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കളറേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കാണിക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അസ്റ്റാസാന്തിന് അടങ്ങിയ പെല്ലറ്റുകളും യൂസ് ചെയ്യാവുന്നതാണ്. ഹൈ പ്രോട്ടീൻ കൂടെ ആയിട്ടുള്ളതാണെങ്കിൽ അത് ഹെഡ് ഗ്രോത്ത് കൂടെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ FHG1 പ്രോ റെഡ്സിൻ, സൂപ്പർ റെഡ്സിൻ, ഹിക്കാരി, ബ്ലഡ് റെഡ് പാരറ്റ്, ഇതൊക്കെ വളരെ നല്ല ഓപ്ഷൻസാണ്. പിന്നീട് ഒരു കളർ ഇമ്പ്രൂവ്മെൻറ്റിന് നമുക്കൊരു സോളാർ കളർ ബൂസ്റ്റർ റൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഗ്രാജുവലായിട്ട് അതിൻ്റെ ടൈമിങ് കൂട്ടി കൊണ്ടുവരുന്നത് ഗ്രാജുവലായിട്ട് ഇതിൻ്റെ കളർ ഇൻക്രീസ് ആകുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവരുടെ ടാങ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഇവരുടെ കളറേഷനൊക്കെ നല്ല രീതിയിൽ കാണിക്കാനൊക്കെ സഹായിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ റെഡ് ചിപ്സ്, റെഡ് ലാവ റോക്സ്, റെഡ് സെറാമിക് റിങ്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ മിമിക്കാനുള്ള ടെൻഡൻസി ഇവർ കാണിക്കുന്നതാണ്.